എല്ലാവരും വെളുത്ത നിറമുള്ള പെണ്ണിനെ മാത്രമേ വിവാഹം കഴിക്കൂ എന്ന് തീരുമാനിച്ചാൽ, എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ, എല്ലാരും ഇങ്ങനെ കണ്ണാടിയുടെ മുന്നിൽ നോക്കും. ആണുങ്ങളും പെണ്ണുങ്ങളും. പെണ്ണുങ്ങൾക്കാണ് ഏറ്റവും കൂടുതൽ ടെൻഷൻ. കണ്ണാടിയുടെ മുന്നിൽ പോയി നിൽക്കുമ്പോ, പടച്ചോനെ നിനക്ക് നിറം കറുപ്പാണല്ലോ അല്ല, ബ്ലാക്ക് ആണല്ലോ അല്ല. പലരും വന്ന് പെണ്ണ് നോക്കും, എങ്ങനുണ്ട്, പെണ്ണൊക്കെ കൊള്ളാം, പക്ഷെ നിറം ഇത്തിരി കുറവാ. ഏറ്റവും കൂടുതൽ വിവാഹം മുടങ്ങിപ്പോകുന്നത് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഗ്ലാമർ ഇല്ലാത്തതിന്റെ പേരിൽ. ആണുങ്ങൾ പെണ്ണുങ്ങൾക്ക് ഗ്ലാമർ നോക്കി. ഇപ്പൊ പെണ്ണുങ്ങൾ നേരെ തിരിച്ചു നോക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ആണുങ്ങൾക്ക് ഗ്ലാമർ ഉണ്ടെങ്കിൽ എങ്കിൽ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരോട് പറയുന്നു, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, നിങ്ങൾ ഗ്ലാമർ നോക്കിയിട്ട് കെട്ടല്ലേ എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഗ്ലാമർ നോക്കി കെട്ടരുത് മോനെ. ഗ്ലാമർ മാത്രം നോക്കിയിട്ട് നല്ല മേക്കപ്പ് ഒക്കെ ചെയ്ത് സുന്ദരിയായി ഒരുങ്ങി കെട്ടി വെളുത്തു തുടുത്തിരിക്കണ പെണ്ണിനെ കെട്ടാറുണ്ട്. പക്ഷേ നമുക്ക് അള്ളാഹ് ആരാന്നറിയാവോ, ദീൻ എന്തെന്നറിയോ, നിസ്കാരം എന്തെന്നറിയോ അറിയില്ല. അങ്ങനെ ഉള്ളവളെ കെട്ടിയിട്ട് സക്കറാത്തിന്റെ വലിക്കണ ചെറുപ്പക്കാരുണ്ട്. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഇത് പറഞ്ഞതാരാ? മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാ പറഞ്ഞത്. ദീനില്ലാത്ത ഗ്ലാമറുള്ള പെണ്ണിനെ കെട്ടണ്ട. കാരണം എന്തേ? സൗന്ദര്യം പെണ്ണിനെ നശിപ്പിച്ചു കളയുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. അതുകൊണ്ടാണ് ഈ പള്ളിയിലെ കമ്മിറ്റിക്കാരോടൊക്കെ ചോദിച്ചാൽ അറിയാം, പള്ളിയിലെ ഖതീബിനോട് ചോദിച്ചാൽ അറിയാം, എന്റെ പ്രിയപ്പെട്ടവരെ, മസ്ലഹത്ത് വരുമ്പോ കടന്ന് എന്ത് കഷ്ടപ്പാടെന്നറിയും. വല്ലാത്ത അത്ഭുതം. ഇന്നലെ എന്റെ പള്ളിയുടെ ജമാഅത്തിന്റെ പ്രസിഡന്റ്, ഇന്നലെ എനിക്ക് വലിയ അത്ഭുതം തോന്നി. 55 വയസ്സുള്ള ഒരു കാക്ക ഇന്നലെ തലാക്ക് മസ്ലഹത്തിന് വന്നത്. 55 56 വയസ്സുള്ള ഒരു സഹോദരൻ എന്റെ കൈ പിടിച്ചിട്ട് പറയുന്നു, ഉസ്താദ് ഒന്ന് നിന്നിട്ട് പോകാൻ. ഞാൻ ചിന്തിച്ചു നോക്കി, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പള്ളിയിലെ ഉസ്താദന്മാർ. അതുകൊണ്ടാണ് ഈ കൗൺസിലിങ്ങിന് പോകുന്ന ഡോക്ടർമാരൊക്കെ പറയും, 3 കാര്യം പെണ്ണുങ്ങളോട് പറയാൻ പാടില്ല എന്ന്. ഹദീസ് അല്ലട്ടാ. ഇനി ബുഖാരിയിലുണ്ടോ മുസ്ലിമിലുണ്ടോ എന്ന് ചോദിക്കരുത്. ഇത് ഹദീസ് അല്ല. കാരണം വ്യക്തമായിക്കോട്ടോ, ഇത് ഡോക്ടർമാര് പറയും 3 കാര്യങ്ങൾ പെണ്ണുങ്ങളോട് പറയാൻ പാടില്ല എന്നാ. 3 കാര്യങ്ങൾ പെണ്ണിനോട് പറയാൻ പാടില്ല. അതിൽപ്പെട്ട ഒരു കാര്യമാണ്, ചില സമയങ്ങളിൽ ചെറുപ്പക്കാരിങ്ങനെ ഇരുന്നിട്ട് പറയും, ആമിന നിനക്ക് എന്തൊരു ഗ്ലാമർ ആമിന, നിന്നെക്കാളും സുന്ദരിയായ ഒരു പെണ്ണി ലോകത്തുണ്ടോ? ഈ പൊട്ടനായി എനിക്ക് നിന്നെ എങ്ങനെ കിട്ടി? ചുമ്മാതെ പറയണതാ, ബെടയടിക്കണ. ഈ ഭാര്യയോട് ഇങ്ങനെ പറയും. ഇതങ്ങോട്ട് കേൾക്കുമ്പോ ഓൾ അറസിന്റെ മുന്നിലോട്ട് കയറും. പടച്ചനെ, കണ്ണാടിയുടെ മുന്നിലോട്ട് നിന്നിട്ട് നോക്ക, എനിക്ക് ഇത്രയും സൗന്ദര്യം ഉണ്ടോ? അവസാനം എന്ത് സംഭവിക്കുന്ന? ഒരു കല്യാണ വീട്ടിൽ പോയ ഭർത്താവ് മുന്നിൽ നടക്കും, ഭാര്യ പുറകിൽ നടക്കും. ഒരുമിച്ച് നടക്കാറില്ല. കാരണം ജോഡികളല്ല. അതുകൊണ്ടാണ് ഈ എല്ലാരും പറയുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടെങ്കിലും പറയാൻ പാടില്ല എന്ന്. ഞാനിപ്പോ പറഞ്ഞു വന്നത്, ഗ്ലാമർ ഇല്ലാത്തതിന്റെ പേരിൽ വേദനിക്കുന്ന ഒരുപാട് ചെറുപ്പക്കാരുണ്ട്, ഒരുപാട് പെങ്ങന്മാരുണ്ട്. എങ്കിൽ എന്റെ പ്രിയപ്പെട്ടവരെ, എന്നാൽ ഏറ്റവും കൂടുതൽ നിങ്ങൾ ഏതെങ്കിലും ഡോക്ടർമാരെ പരിചയമുണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കണം, കറുത്ത പെണ്ണ്, കറുപ്പിനല്ലേ ഇപ്പൊ 7 അഴക്, അങ്ങനല്ലേ പറയാ? ഇവിടെ അങ്ങനെ നിങ്ങളുടെ ഭാഷയിൽ എങ്ങനെ പറയും? കറുപ്പിന് 7 അഴകെന്നാ പറഞ്ഞ. ഏറ്റവും നല്ല ഗ്ലാമർ കറുപ്പിന. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. കാരണം എന്തെന്നറിയോ? കറുത്ത നിറമുള്ള പെണ്ണുമായിട്ടുള്ള ദാമ്പത്യ ജീവിതം വളരെ മനോഹരമായിരിക്കുമെന്ന ഡോക്ടർമാര് പറയുന്നത്. ഒരാൾക്കാര് പറയുന്നത് കറുത്ത നിറമുള്ള പെണ്ണുമായിട്ടുള്ളൊരു ജീവിതം. കാരണം എന്തെന്നറിയുമോ? അവള് ചിന്തിക്കുന്നത്, പടച്ചവനെ, എനിക്ക് സൗന്ദര്യമില്ലെങ്കിലും ഒരു നല്ല ഭർത്താവിനെ എനിക്ക് കിട്ടിയല്ലോ. എന്റെ ഭർത്താവിനെ എനിക്ക് തൃപ്തിപ്പെടുത്തണം. അദ്ദേഹത്തിന്റെ ആഗ്രഹം എന്താ, മോഹങ്ങൾ എന്താ, സ്വപ്നങ്ങൾ എന്താ, എന്തിനും അവൾ തയ്യാറാകും. കാരണം അവൾക്ക് ആ ഭർത്താവിനെ വേണം. അവരുടെ ജീവിതം വലിയ സന്തോഷത്തിലാണെന്ന. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, സഈദ് ഇബ്നുൽ മുസയ്യിബ് റളിയല്ലാഹു തആല അൻഹു മഹാനവറുകളുടെ മുന്നിൽ ഇരുന്നുകൊണ്ട് ചെറുപ്പക്കാരൻ അവിടെന്ന് പറയുന്ന, തങ്ങളെ, എന്റെ മനസ്സിലെ ഏറ്റവും വലിയ, എന്റെ മനസ്സിൽ ഇങ്ങനെ വേദനയുണ്ടാക്കുന്ന കാര്യം എന്തെന്നറിയുമോ? പണമില്ലാത്തതല്ല, എനിക്ക് ആരോഗ്യമില്ലാത്തതല്ല. അവിടെന്ന് പറയുകയാണ്, ഞാൻ കറുത്തവനാണല്ലോ, എനിക്ക് ഗ്ലാമർ ഇല്ലല്ലോ, അതിന്റെ പേരിൽ എനിക്കൊരു ചെറിയ പ്രയാസമുണ്ടെന്ന് മഹാനായ സഈദ് ഇബ്നുൽ മുസയ്യിബ് റളിയല്ലാഹു തആല അൻഹു അവിടെന്ന് മഹാനവറുകളോട് പറയുമ്പോ, അവിടെന്ന് പറഞ്ഞ മറുപടി എന്തെന്നറിയുമോ? അതാ സഈദ് ഇബ്നുൽ മുസയ്യിബ് റളിയല്ലാഹു തആല അൻഹു ആ ചെറുപ്പക്കാരന്റെ മനസ്സിലേക്ക് പറഞ്ഞു കൊടുത്ത കാര്യം എന്തെന്നറിയുമോ? ലാ തഹ്സൻ ഫഇന്നഹു കാന മിൻ ഖൈരിൻ നാസ്. മഹാനായ
സഈദ് ഇബ്നുൽ മുസയ്യിബ് റളിയല്ലാഹു തആല അൻഹു ആ സൗന്ദര്യമില്ലെന്ന് പറഞ്ഞ ചെറുപ്പക്കാരനോട് അവിടെന്ന് പറഞ്ഞു കൊടുത്ത, മോനെ നീ ഭയപ്പെടണ്ട, എന്തിനാടാ നീ വേദനിക്കുന്നത്, എന്തിനാ നീ പ്രയാസപ്പെടുന്നത്, നിറമില്ലാത്തതിന്റെ പേരിൽ, കറുത്ത നിറമായി പോയതിന്റെ പേരിൽ വേദനിക്കുന്ന എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരോട് എന്തിനാ പൊന്നുമോളെ നീ ഭയപ്പെടുന്നത്? അല്ലാഹുവിന്റെ പ്രവാചകന് പറഞ്ഞതെന്തെന്നറിയുമോ? അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞതെന്തെന്നറിയുമോ? മഹാനായ സഈദ് ഇബ്നുൽ മുസയ്യിബ് റളിയല്ലാഹു തആല അൻഹു പറയുകയാ, ലാ തഹ്സൻ, മോനെ നീ ഭയപ്പെടണ്ട, ഫഇന്നഹു കാന മിൻ ഖൈരിന്നാസ്. ഈ സൗന്ദര്യമില്ലാത്തവര്, ഈ ഗ്ലാമർ ഇല്ലാത്ത എത്രയോ പേര് അല്ലാഹു ജനങ്ങളിൽ ഉയർത്തിയിട്ടുണ്ട്. മഹാനായ സഈദ് ഇബ്നുൽ മുസയ്യിബ് റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് ചെറുപ്പക്കാരനോട് പറഞ്ഞു കൊടുത്ത മറുപടി എന്തെന്നറിയുമോ? മോനെ, ഗ്ലാമർ ഇല്ല എന്ന് പറഞ്ഞ് നീ പ്രയാസപ്പെടണ്ട. നിന്നെ പോലെ ഗ്ലാമർ ഇല്ലാതിരുന്ന എത്രയോ പേര് അല്ലാഹു ജനങ്ങളിൽ നിന്ന് ഉയർത്തിയിട്ടുണ്ടായിരുന്നു. അല്ലാഹു അവർക്ക് വലിയ സ്ഥാനം കൊടുത്തിട്ടുണ്ടായിരുന്നു. മഹാനായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അവിടുന്ന് പറഞ്ഞു കൊടുക്കുകയാണ്, ഗ്ലാമർ ഇല്ലാത്ത 4 പേര്, ഗ്ലാമർ ഇല്ലാത്ത 4 പേര്, കറുത്തവരായ 4 പേര്, സൗന്ദര്യമില്ലാത്ത 4 പേര്, മുടിയെല്ലാം ചുരുണ്ടുപോയ 4 പേര്. അല്ലാഹുവിന്റെ പ്രവാചകനുണ്ടല്ലോ, അവരെ നോക്കിയിട്ടാണ് പറഞ്ഞത്, സ്വഹാബാ മിൻ അഹ്ലിൽ ജന്നാ, കറുത്തവരായ 4 ആൾക്കാര്, അവരിൽ 3 പേരെ നോക്കിയിട്ടാണ് അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞത്, ഇവര് 3 പേരും സ്വർഗത്തിന്റെ അവകാശികളാ. ഈ കറുത്തവരായ സൗന്ദര്യമില്ലാത്ത, മുടിയെല്ലാം ചുരുണ്ടുപോയ, നീഗ്രയെ പോലെ ഇരിക്കുന്ന, കറുത്ത് കരിക്കട്ടയെ പോലെ ഇരിക്കുന്ന ഇവരുണ്ടല്ലോ, ഇവര് സ്വർഗത്തിന്റെ അവകാശിയാണ് സഹാബാ. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് പറഞ്ഞു കൊടുക്കുമ്പോ, ആരാ ചെറുപ്പക്കാരാ സൗന്ദര്യമില്ലാത്ത ഈ കറുത്തവരായ സ്വർഗത്തിന്റെ അവകാശികളായ 4 വിഭാഗമാരാ? അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് ഒന്നാമതായി പറഞ്ഞു കൊടുക്കുകയാണ്, സ്വഹാബാ, അതിലെ ഒന്നാമത്തെ മനുഷ്യനാരെന്നറിയുമോ? മഹാനായ സയ്യിദുനാ ബിലാൽ റളിയല്ലാഹു തആല അൻഹു. എന്റെ പ്രിയപ്പെട്ടവരെ, ബിലാൽ തങ്ങളുടെ ചരിത്രം വായിച്ചു നോക്ക്. ഗ്ലാമറില്ലാത്ത സഹാബിയല്ലോ, കറുത്തവനായ സ്വഹാബിയല്ലോ, മുടിയൊക്കെ ചുരുണ്ടുപോയ സ്വഹാബിയല്ലോ, നീഗ്രോയെ പോലെ ഇരിക്കുന്ന സ്വഹാബിയല്ലോ. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് പറഞ്ഞു കൊടുത്തു, ബിലാലെ നീ സ്വർഗത്തിലാ. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് ബിലാൽ തങ്ങളെ കുറിച്ച് പറഞ്ഞു കൊടുത്തത് എങ്ങനെയാണ്? അതുകൊണ്ട് ഗ്ലാമർ ഇല്ലാത്തതിന്റെ പേരിൽ നീ ഭയപ്പെടണ്ട, നീ ഒരിക്കലും വിഷമിക്കണ്ട. ആ ബിലാലിനാണ് അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് കൊടുത്ത സ്ഥാനം എന്താ? അല്ലാഹുവിന്റെ പ്രവാചകന് കഅബാലയത്തിന്റെ മുറ്റത്ത് നിൽക്കുമ്പോ, അതാ കഅബാലയത്തിന്റെ മുകളിൽ കയറി ബാങ്ക് വിളിക്കുന്നതിന് വേണ്ടിയുള്ള അവസരം കടന്നു വന്നപ്പോ, അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിൽ 100 കണക്കിന് സ്വഹാബികൾ നിൽക്കുന്നുണ്ട്. മഹാനായ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ്, ഉമർ ഇബ്നുൽ ഖത്താബ്, മഹാനായ സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ, പഠിച്ചവനെ ഇങ്ങനെ എണ്ണി എണ്ണി പറയാൻ കഴിയുന്ന ഒരുപാട് സ്വഹാബികള്. അല്ലാഹുവിന്റെ പ്രവാചകൻ എന്നോട് പറയും എന്ന് കരുതിയിട്ട് എല്ലാവരും പ്രവാചകന്റെ ചുണ്ടിലേക്ക് നോക്കി നിൽക്കുകയാണ്. എല്ലാവരും പ്രവാചകന്റെ ചുണ്ടിലേക്ക് മുത്തുനബി ആരുടെ പേരാണ് പറയുന്നതെന്ന് കേൾക്കാം. എല്ലാവരും ഇങ്ങനെ നോക്കി നിൽക്കുമ്പോ അല്ലാഹുവിന്റെ റസൂൽ വിളിക്കുന്നു, ബിലാലേ, കേറു ബിലാലേ, കേറു ബിലാലേ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ കഅബാലയത്തിന്റെ മുകളിൽ കയറിയിട്ട് അവിടുന്ന് അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അവിടുന്ന് ആദ്യമായിട്ട് ബാങ്ക് വിളിക്കാനുള്ള അവസരം കൊടുത്തത് ഈ കറുത്തവനായ, ഈ നൂകിരയായ, ഈ മുടിയെല്ലാം ചുരുണ്ടുപോയ ഈ ബിലാലിനായിരുന്നു എന്ന് ചരിത്രം പറഞ്ഞു തരുമ്പോൾ, എന്റെ പ്രിയമുള്ളവരെ, ആ 4 പേരിൽ ഒന്നാമത്തെ മനുഷ്യനാരാ? മഹാനായ സയ്യിദുനാ ബിലാൽ. മഹാനായ ബിലാൽ
ബിലാൽ റളിയല്ലാഹു തആല അൻഹു. എന്റെ പ്രിയപ്പെട്ടവരെ, ബിലാലിന്റെ മഹത്വം ഞാൻ പറഞ്ഞു തരേണ്ടതില്ലല്ലോ. അല്ലാഹുവിന്റെ പ്രവാചകന് സുബഹി നമസ്കാരം കഴിഞ്ഞ് തന്റെ മുന്നിലിരിക്കുന്ന സ്വഹാബത്തിനോട് ഞാൻ ഇന്നലെ സ്വർഗ്ഗത്തിൽ പോയി, ആ സ്വർഗ്ഗത്തിന്റെ അനുഗ്രഹങ്ങൾ കണ്ടതിനെ കുറിച്ച് പ്രവാചകൻ തന്റെ അനുയായികളോട്, തന്റെ മുന്നിലിരിക്കുന്ന നൂറുകണക്കിന് സ്വഹാബത്തിനോട് പ്രവാചകൻ അവിടെ നിന്ന് പറഞ്ഞു കൊടുക്കുമ്പോ റസൂലുള്ളാഹി ചോദിക്കുന്നു, ബിലാലേ, ഇന്നലെ ഞാൻ സ്വർഗ്ഗത്തിൽ നിന്നെ കണ്ട് ബിലാലേ, എന്റെ മുന്നിലൂടെ സ്വർഗ്ഗത്തിലൂടെ നടന്നു പോകുന്നത് ഞാൻ കണ്ടു ബിലാല്. നിന്നെ കുറിച്ച് അല്ലാഹുവിന്റെ മലക്കുകൾ പോലും അത് ബിലാലാണെന്ന് എന്നോട് പറയുകയാ എന്ന് പ്രവാചകന് സ്വർഗ്ഗത്തിൽ കണ്ടു എന്ന് പറഞ്ഞ ബിലാൽ റളിയല്ലാഹു തആല അൻഹു. ഒന്നാമത്തെ സ്വഹാബിയെ കുറിച്ചാണ് സഈദ് ഇബ്നുൽ മുസയ്യിബ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു കൊടുക്കുന്നത്. രണ്ടാമത്തെ മനുഷ്യനാരെന്നറിയുമോ? അല്ലാഹുവേ, സഈദ് ഇബ്നുൽ മുസയ്യിബ് റളിയല്ലാഹു തആല അൻഹു പറയുകയാ, മഹാനായ ലുഖ്മാനുൽ ഹകീം, ലുഖ്മാനുൽ ഹകീം റളിയല്ലാഹു തആല അൻഹു. എന്റെ പ്രിയപ്പെട്ടവരെ, ആരാണ് ലുഖ്മാനുൽ ഹകീം തങ്ങളാരാ? അല്ലാഹുവേ, പരിശുദ്ധമായ ഖുർആൻ എടുത്ത് നോക്കൂ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിലെ ഒരു അധ്യായത്തിന്റെ പേര് തന്നെ, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനില് 114 അധ്യായങ്ങളുണ്ട്. ആ 114 അധ്യായത്തിലെ ഒരു അധ്യായത്തിന്റെ പേരെന്താ? സൂറത്തുൽ ലുഖ്മാൻ. മഹാനായ ലുഖ്മാനുൽ ഹകീം റളിയല്ലാഹു തആല അൻഹു. ഒരു വാപ്പ എങ്ങനെയാണ് തന്റെ പൊന്നാര മകനെ ഉപദേശിക്കുന്നത്? ഒരുപാട് ഉപദേശങ്ങൾ പരിശുദ്ധമായ ഖുർആൻ എടുത്ത് നോക്ക്. ഒരു വാപ്പ എങ്ങനെയാണ് തന്റെ മക്കളെ ഉപദേശിക്കുന്നതെന്ന് പഠിക്കാൻ എന്റെ പ്രിയമുള്ളവരെ ഉപകാരപ്പെടുന്ന രീതിയിൽ ലുഖ്മാനുൽ ഹകീം റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് ഉപദേശിച്ചു കൊടുത്ത ഉപദേശം അല്ലാഹുവിന്റെ ഖുർആൻ അവിടുന്ന് നമുക്ക് പഠിപ്പിക്കുന്നുണ്ട്. രണ്ടാമതായിട്ട് സഈദ് ഇബ്നുൽ മുസയ്യിബ് റളിയല്ലാഹു തആല അൻഹു ആ കറുത്തുപോയ നിറമില്ലാത്തതിന്റെ പേരിൽ വിഷമിക്കുന്ന ചെറുപ്പക്കാരനോട് പറഞ്ഞു, മോനെ, 4 കറുത്ത ആൾക്കാരെയാണ് അല്ലാഹു ജനങ്ങളിൽ ഒരുപാട് ഉയർത്തിയത്. സൗന്ദര്യമല്ല, സൗന്ദര്യമില്ലാത്ത ഈ കറുത്തവരെ അല്ലാഹു വല്ലാതെ ഉയർത്തി. അല്ലാഹു സ്വർഗ്ഗത്തിന്റെ അവകാശി എന്ന് പ്രവാചകൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അതിലെ ഒന്നാമത്തെ മനുഷ്യൻ മഹാനായ സയ്യിദുനാ ബിലാൽ റളിയല്ലാഹു തആല അൻഹു. അല്ലാഹു അവിടുത്തെ മഹത്വം കൊണ്ട് അല്ലാഹു നമുക്ക് ഈമാൻ നിലനിർത്തി തരുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ, ബിലാൽ റളിയല്ലാഹു തആല അൻഹു 2 ലുഖ്മാനുൽ ഹകീം റളിയല്ലാഹു തആല അൻഹു. ലുഖ്മാനുൽ ഹകീം എന്ന് പറയുന്ന ഈ മഹാനിന്റെ ചരിത്രം നമ്മളൊന്ന് പഠിച്ചു നോക്കണം. വല്ലാത്ത ചരിത്രമാ. നിങ്ങൾ പരിശുദ്ധമായ ഖുർആൻ എടുത്ത് നോക്ക്. സൂറത്തുൽ ലുഖ്മാൻ എടുത്ത് വായിച്ചു നോക്കണം. സൂറത്തുൽ ലുഖ്മാൻ എടുത്ത് ഇങ്ങനെ ഓതുമ്പോ ഇന്നത്തെ യുവതലമുറയൊക്കെ പഠിക്കണം, ഇന്നത്തെ വാപ്പമാരൊക്കെ പഠിക്കേണ്ട ഒരു സൂറത്താ സൂറത്തുൽ ലുഖ്മാൻ. അള്ളാഹു ഓതാൻ ഭാഗ്യം തരുമാറാകട്ടെ. അള്ളാഹു ഓതി നോക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. പഠിപ്പിക്കണം. ഓരോ വാപ്പയും എടുത്തു വെച്ച് നോക്കണം. ഒരു മകൻ ഒരു വാപ്പ വിളിച്ചു കൊടുക്കുന്ന എത്രയോ മനോഹരമായ ഉപദേശങ്ങൾ, ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ മാറ്റം വരുത്താൻ കഴിയുന്ന വലിയ ഒരു ഉപദേശം ഓരോ വാപ്പയും പഠിക്കണം. ഓരോ വാപ്പമാരും ഓരോ ഉമ്മമാരും സൂറത്തുൽ ലുഖ്മാനിന്റെ അർത്ഥം വായിച്ച് പഠിക്കണം. അത് ജീവിതത്തിൽ ഒരുപാട് ഉപകാരപ്പെടുന്നതാ. അങ്ങനെ വായിച്ചു പഠിക്കാത്തത് കൊണ്ടാണല്ലോ എന്റെ പ്രിയപ്പെട്ടവരെ നമ്മുടെ മക്കളൊക്കെ ഇന്ന് പല മാതാപിതാക്കളും കണ്ണുനീര് കുടിക്കുന്നത്. അൽഹംദുലില്ലാ, ജമാഅത്തിന്റെ പ്രസിഡന്റ് അവിടെ നിന്ന് പറഞ്ഞു, ഉസ്താദേ, ഞങ്ങൾ ഇവിടെ ഒരു സ്കൂള് തുടങ്ങാൻ പോകുകയാണ്. പള്ളിയുടെ കീഴിൽ ഒരു സ്കൂള് തുടങ്ങാൻ പോകുകയാണ്. ഈ സ്കൂളിൽ ആത്മീയവും ഭൗതികവും രണ്ടും കൂടെ ചേർത്തുകൊണ്ട് അള്ളാഹുവിന്റെ ഹസ്രത്ത്, ദുനിയാവും വേണം ആഖിറവും വേണം. ദുനിയാവും ആഖിറവും രണ്ടും ചേർത്തുകൊണ്ട് പഠിപ്പിക്കുന്ന ഒരു സ്ഥാപനം. അള്ളാഹു അത് വിജയിപ്പിക്കുമാറാകട്ടെ. ആമീൻ പറയാൻ മടിയുണ്ടില്ലേ? നമുക്ക് അങ്ങനാണല്ലോ. പള്ളിയുടെ കീഴിൽ ഒരു സ്കൂൾ തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്കൊന്നും പഠിപ്പിക്കാൻ പറ്റൂല. നമുക്ക് അരപ്പാവാട ഇട്ടുകൊണ്ട് പോകുന്ന സ്കൂളിൽ മാത്രം വിട്ടാലേ മക്കളെ പഠിപ്പിക്കാൻ പറ്റത്തുള്ളൂ. നമുക്കങ്ങനെ. എന്റെ പ്രിയപ്പെട്ടവരെ, ഫാത്തിഹ ഓതിയിട്ട് തുടങ്ങുന്ന സ്കൂളിൽ വിടാൻ നമുക്ക് പലർക്കും മടിയാ. കാരണം പള്ളിയുടെ കീഴിലുള്ള സ്കൂളിലാണ് പഠിക്കാൻ വിട്ടെന്ന് പറഞ്ഞാൽ മാനക്കേട്, നാണക്കേട്.
എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങൾ ചിന്തിച്ചു നോക്ക്. കേരളത്തിൽ ഈ അടുത്ത് 2 ആഴ്ചകളായി നടന്ന ഒരു സംഭവം നിങ്ങൾ പത്രം വായിച്ചു നോക്കിയാൽ മനസ്സിലാകും. എന്റെ പ്രിയപ്പെട്ടവരെ, തിരുവനന്തപുരം ജില്ലയിൽ, എന്റെ ജില്ലയായ തിരുവനന്തപുരം ജില്ലയിൽ, ഞാനിപ്പോ താമസിക്കുന്ന തിരുവനന്തപുരം ജില്ലയിൽ നെയ്യാറ്റിൻകര എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് തന്റെ പ്രിയപ്പെട്ട അച്ഛനും അമ്മയും പോലീസുകാര് വീട്ടിൽ നിന്ന് പുറത്താക്കുന്നതിന് വേണ്ടി കടന്നു വന്നപ്പോ ശരീരത്തിൽ പെട്രോൾ ഒഴിച്ചിട്ട് പ്രതിഷേധം കാണിച്ചതാ. അബദ്ധത്തിൽ അവരുടെ ശരീരത്തിലേക്ക് തീ വീണ് 2 പേരും തന്റെ കണ്ണിന്റെ മുന്നിൽ കടന്ന് തീ പിടിച്ചിട്ട് 2 പേരും ശരീരത്തിലേക്ക് തീ പിടിച്ചു. അവർ 2 പേരും മരണപ്പെട്ടു പോയി. അവസാനം തന്റെ പ്രിയപ്പെട്ട അച്ഛനെ കുഴിച്ചിടുന്നതിന് വേണ്ടി വീടിന്റെ സൈഡിൽ കുഴിയെടുക്കുന്ന 10-14 വയസ്സുള്ള ഒരു മകന്റെ ചിത്രം ഞാനും നിങ്ങളും പത്രമാധ്യമങ്ങളിലൂടെ കണ്ടതാ. തന്റെ പ്രിയപ്പെട്ട അച്ഛനെയും അമ്മയെയും കുഴിച്ചിടുന്നതിന് വേണ്ടി കുഴിയെടുക്കുന്ന ഒരു മകന്റെ വാർത്ത. എന്നാൽ അതേ തിരുവനന്തപുരം ജില്ലയിൽ എന്റെ വീട്ടിൽ നിന്ന് ഏകദേശം 17 കിലോമീറ്റർ വരും വർക്കല എന്ന് പറയുന്ന സ്ഥലത്ത് തന്നെ 9.5 മാസക്കാലം ഗർഭം ചുമന്ന് മരണവേദനയുടെ വേദനയിൽ നൊന്ത് പ്രസവിച്ച തന്റെ പ്രിയപ്പെട്ട പെറ്റുമ്മാനെ ചവിട്ടി തേക്കുന്ന ഒരു രംഗം ഞാനും നിങ്ങളും മൊബൈലിലൂടെ കണ്ടതാ. തന്റെ ഉമ്മയെ വല്ലാതെ തല്ലുകയാ, ഉമ്മാൻ അടിക്കുന്നു, ചവിട്ടുന്നു, വളരെ വല്ലാതെ പീഡിപ്പിക്കുന്ന രംഗങ്ങൾ. എന്റെ പ്രിയപ്പെട്ടവരെ, ഞാനിങ്ങനെ പരിശുദ്ധമായ ഖുർആൻ ഓതിയപ്പോ ഞാനിങ്ങനെ ചിന്തിച്ചിട്ടുണ്ട്. അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ ഒരു സ്ഥലത്ത് പറഞ്ഞു, അൽ മാലു വൽ ബനൂന സീനത്തുൽ ഹയാത്തുദ് ദുനിയ. അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുന്നു, സമ്പത്തും മക്കളും ചിലർക്ക് അലങ്കാരമാണ്. അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറഞ്ഞു, സമ്പത്തും മക്കളും ചിലർക്ക് അലങ്കാരമാണ്. ചില ആൾക്കാരൊക്കെ പറയാറുണ്ട്, ഞാൻ ഇന്ന ആളുടെ എന്റെ മകനാവൻ, അഭിമാനത്തോടു കൂടി പറയാറുണ്ട്. എന്റെ മകനാണ് സിറാജ്, എന്റെ മകനാണ് അബൂബക്കർ, പള്ളിയുടെ പ്രസിഡന്റ് ഷെരീഫ് എന്റെ മോന, പള്ളിയിലെ ഖത്തീബിന്റെ വാപ്പ പറയും എന്റെ മോന, അവിടുത്തെ പള്ളിയിലെ ഖത്തീബ് അഭിമാനത്തോടു കൂടി പറയുന്നു. എന്നാൽ അതേ ഖുർആൻ തന്നെ മറ്റൊരു ഭാഗത്ത് പറഞ്ഞു, ഇന്നമാ അംവാലുക്കും വഔലാദുക്കും ഫിത്ന, മക്കളും സമ്പത്തും നാശമാണെന്ന് പരിശുദ്ധമായ ഖുർആൻ മറ്റൊരു സ്ഥാനത്ത്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ ഇത് രണ്ടും എടുത്തൊന്ന് വായിച്ചു നോക്കിയാൽ നമുക്ക് മനസ്സിലാകും ഖുർആൻ പറഞ്ഞ ഈ ഉപമ. മക്കള് കാരണം സന്തോഷിക്കുന്നവരുമുണ്ട്, മക്കള് കാരണം നാട്ടുകാരുടെ മുന്നിൽ അഭിമാനത്തോടുകൂടി നടക്കുന്നവരുമുണ്ട്, മക്കള് കാരണം നാട്ടുകാരുടെ മുന്നിൽ തലകുനിച്ച് കണ്ണീരിൽ കഴിയുന്നവരുമുണ്ട്. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ, അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. അള്ളാഹു നമ്മുടെ മക്കളെ സ്വാലിഹീങ്ങളാക്കി തരുമാറാകട്ടെ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾ സൂറത്തുൽ ലുഖ്മാൻ എടുത്ത് ഓതി നോക്കണം, നിങ്ങൾ സൂറത്തുൽ ലുഖ്മാൻ എടുത്ത് വായിച്ചു നോക്കണം. ആ സൂറത്തുൽ ലുഖ്മാനിലൂടെ മഹാനായ ലുഖ്മാനുൽ ഹകീം റളിയല്ലാഹു തആല അൻഹു തന്റെ പ്രിയപ്പെട്ട പൊന്നാര മകന് കൊടുക്കുന്ന ഒരുപാട് ഉപദേശങ്ങൾ നമുക്ക് കാണാം. അല്ലാഹുവേ, ആ ലുഖ്മാനുൽ ഹകീം റളിയല്ലാഹു തആല അൻഹുവിന്റെ ചരിത്രം എടുത്ത് നോക്ക്. മഹാനായ സഈദ് ഇബ്നുൽ മുസയ്യിബ് റളിയല്ലാഹു തആല അൻഹു പറയുകയാ, ആരാണ് ലുഖ്മാനുൽ ഹകീം എന്നറിയുമോ? പ്രവാചകനല്ല. എന്നിട്ടും അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിൽ അവിടുന്ന് ഒരു പേര് തന്നെ, സൂറത്തിന്റെ പേര് തന്നെ ലുഖ്മാൻ എന്നാണ്. ആ വാപ്പ തന്റെ പൊന്നാര മകന് കൊടുക്കുന്ന ഉപദേശങ്ങൾ ഖുർആൻ പോലും എനിക്കും നിങ്ങൾക്കും പഠിപ്പിച്ചു തരുമ്പോ ആരാണ് ലുഖ്മാനുൽ ഹകീം എന്നറിയുമോ? സാധാരണ ഒരു മനുഷ്യനായിരുന്നില്ല. അല്ലാഹുവേ, സഈദ് ഇബ്നുൽ മുസയ്യിബ് റളിയല്ലാഹു തആല അൻഹു പറയുകയാ, അവിടുന്ന് പറയുന്നു, കാന ലുഖ്മാനുൽ ഹകീം, ലുഖ്മാനുൽ ഹകീം റളിയല്ലാഹു തആല അൻഹു കറുത്തവനായിരുന്നു, വല്ലാത്ത കറുപ്പായിരുന്നു, മുടിയെല്ലാം ചുരുണ്ടതായിരുന്നു, തന്റെ ചുണ്ടുകൾ മുഴുവനും തടിച്ചതായിരുന്നു. സുഡാനികളെ പോലെ മഹാനായ ലുഖ്മാനുൽ ഹകീം റളിയല്ലാഹു തആല അൻഹുവിന്റെ സൗന്ദര്യം അങ്ങനെയായിരുന്നു. എന്റെ പ്രിയപ്പെട്ടവരെ, അവിടുന്ന് മഹാന്മാര് പഠിപ്പിക്കുകയാ, മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ കുടുംബ പരമ്പരയിലൂടെയാണ് മഹാനായ ലുഖ്മാനുൽ ഹകീം തങ്ങൾ കടന്നു വരുന്നത്. മഹാനായ ലുഖ്മാനുൽ ഹകീം റളിയല്ലാഹു തആല അൻഹു പടച്ചവനെ അവിടുന്ന് പറയുകയാണ്, അവിടുന്ന് ചരിത്രങ്ങൾ പറയുകയാണ്, 1000 വർഷക്കാലമാണ് ജീവിച്ചത്. 1000
വയസ്സായിരുന്നു ലുഖ്മാനുൽ ഹകീം റളിയല്ലാഹു തആല അൻഹുവിന്. 1000 വയസ്സ് വരെയാണ് ജീവിച്ചിരുന്നത്. അവിടെന്ന് പറയുകയാ, മഹാനായ ദാവൂദ് നബി അലൈഹിസ്സലാമിന്റെ കാലഘട്ടം വരെ ജീവിച്ചിരുന്നു. അവിടുന്ന് ചരിത്രങ്ങൾ പറയുകയാണ്. പടച്ചവനെ, അവിടുന്ന് പറയുന്നു 4000 പ്രവാചകന്മാർക്ക് ഖിദ്മത്ത് ചെയ്ത മഹാനാ. 4000 പ്രവാചകന്മാർ, 1,24,000 പരം വരുന്ന പ്രവാചകന്മാര് ഭൂമിയിലേക്ക് കടന്നു വന്നല്ലോ. ബനി ഇസ്രായേലിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ പ്രവാചകന്മാര് കടന്നു വന്നത്. 4000 പ്രവാചകന്മാർക്ക് ഖിദ്മത്ത് ചെയ്ത ഖാദിമാ മഹാനായ ലുഖ്മാനുൽ ഹകീം റളിയല്ലാഹു തആല അൻഹു. വല്ലാത്ത തത്വജ്ഞാനിയായിരുന്നു, വല്ലാത്ത പണ്ഡിതനായിരുന്നു. മഹാനവറുകളുടെ ചരിത്രം എടുത്തു നോക്കൂ. 4000 പ്രവാചകന്മാർക്ക് ഖിദ്മത്ത് ചെയ്ത മഹാനാണ് മഹാനായ ലുഖ്മാനുൽ ഹകീം റളിയല്ലാഹു തആല അൻഹു. മഹാനവറുകളുടെ ചരിത്രം വല്ലാത്തതാണ്. ഓരോ മനുഷ്യനും, ഓരോ പിതാവിനും ഒരു പിതാവ് എങ്ങനെയാകണമെന്ന്, ഒരു പിതാവ് എങ്ങനെയാകണമെന്ന്, തന്റെ മക്കളോട് എങ്ങനെയാണ് പെരുമാറേണ്ടതെന്ന് പടച്ചവനെ പഠിപ്പിച്ചു തരുന്ന ഒരു മഹാനാ. തന്റെ പൊന്നാര മകനെ വിളിച്ചിരുത്തിയിട്ട് അവിടുന്ന് പറഞ്ഞു കൊടുത്ത ഓരോ ഉപദേശങ്ങളും അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ അവിടുന്ന് നമുക്ക് പറഞ്ഞു തരുമ്പോ ലുഖ്മാനുൽ ഹകീം റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് മഹാനവറുകളാണ് പടച്ചവര്. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് പറഞ്ഞല്ലോ, 3 പേര് സ്വർഗത്തിലാണ്, 3 പേര് സ്വർഗത്തിലാണ്. ആ സ്വർഗത്തിലേക്ക് കടന്നു പോകുന്ന കറുത്തവരിൽ 2ാമത്തെ മനുഷ്യനാരാ? മഹാനായ ലുഖ്മാനുൽ ഹകീം റളിയല്ലാഹു തആല അൻഹു. 3ാമത്തെ മനുഷ്യനാരെന്നറിയുമോ? 3ാമത്തെ മനുഷ്യനാരാ? മഹാനായ പ്രവാചകൻ അവിടുന്ന് പഠിപ്പിക്കുകയാ. സ്വർഗത്തിലേക്ക് കടന്നു പോകുന്ന ആ കറുത്തവരിൽ 3ാമത്തെ മനുഷ്യൻ മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരുന്നു. മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ അവിടുത്തെ മൗലയായിരുന്ന ഒരു മഹാനുണ്ട്. അവിടുത്തെ ചരിത്രങ്ങൾ പറഞ്ഞു തരുന്നുണ്ട്. അവിടുത്തെ മൗലയായിരുന്ന മിഹ്ജ റളിയല്ലാഹു തആല അൻഹു, അദ്ദേഹവും കറുത്ത മനുഷ്യനായിരുന്നു. വല്ലാത്ത കറുപ്പായിരുന്നു. പക്ഷെ അള്ളാഹു വലിയ ഉയരങ്ങളിൽ എത്തിച്ച ഒരു മഹാന. 4ാമതായിട്ട് ചരിത്രം പറഞ്ഞു തരുന്നു എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, 4ാമത്തെ മനുഷ്യൻ നജ്ജാശി എന്ന് പറയുന്ന ഒരു രാജാവ് ഉണ്ടായിരുന്നു. കുട്ടികൾക്ക് പഠിക്കുമ്പോൾ, മദ്രസയിൽ പഠിക്കുമ്പോൾ ആ ചക്രവർത്തിയുടെ ചരിത്രങ്ങൾ പഠിക്കാനറിയാം. അദ്ദേഹത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് പഠിക്കുകയും ദീനിനെ കുറിച്ച് മനസ്സിലാക്കുകയും ആ മനുഷ്യൻ മരണപ്പെട്ടപ്പോഴാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അദ്ദേഹത്തിന് വേണ്ടി ഗായിബായി നിന്ന് മയ്യിത്ത് നിസ്കരിച്ചത് എന്ന് ചരിത്രങ്ങൾ പഠിപ്പിക്കുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ ലുഖ്മാനുൽ ഹകീം റളിയല്ലാഹു തആല അൻഹുവിന്റെ ചരിത്രം നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ആരാണ് വല്ലാത്ത ചിന്തയായിരുന്നു, വല്ലാത്ത ദീനിനെ കുറിച്ച് വല്ലാത്ത ബോധമുള്ള 4000 പ്രവാചകന്മാർക്ക് ഖിദ്മത്ത് ചെയ്ത ലുഖ്മാനുൽ ഹകീം റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് നമുക്ക് തരുന്ന ഉപദേശം എന്താ? നമുക്ക് പറഞ്ഞു തരുന്ന ഉപദേശം എന്താ? മഹാനായ ലുഖ്മാനുൽ ഹകീം റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് നമുക്ക് പറഞ്ഞു തരുന്ന ഉപദേശം എന്തെന്നറിയുമോ? 4000 പ്രവാചകന്മാർക്ക് ഖിദ്മത്ത് ചെയ്ത ലുഖ്മാനുൽ ഹകീം റളിയല്ലാഹു തആല അൻഹു നമുക്ക് പറഞ്ഞു തരുന്ന 1ാമത്തെ ഉപദേശം എന്തെന്നറിയുമോ? ഇൻ കുന്ത ബിസ്വലാത്തി ഫഹ്ഫിദ് ഖൽബക. മഹാനായ ലുഖ്മാനുൽ ഹകീം റളിയല്ലാഹു തആല അൻഹു 1000 വർഷക്കാലം ഈ ഭൂമിയിൽ അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്ത പ്രവാചകനാണ്. അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്ത് ജീവിച്ചിരുന്ന മഹാനാണല്ലോ. 4000 പ്രവാചകന്മാർക്ക് ഖിദ്മത്ത് ചെയ്ത ഖാദിമായിരുന്നല്ലോ ആ ലുഖ്മാനുൽ ഹകീം റളിയല്ലാഹു തആല അൻഹു. നമുക്ക് തരുന്ന ഉപദേശങ്ങളിൽ 1ാമത്തെ ഉപദേശം എന്താ? അവിടുന്ന് മഹാനവറുകൾ പറയുകയാണ്, ഇൻ കുന്ത ബിസ്വലാത്തി ഫഹ്ഫിദ് ഖൽബക. ഇബാദത്ത് ചെയ്യുമ്പോ, നിസ്കരിക്കുന്ന സമയത്ത്, പ്രിയപ്പെട്ടവരെ, അല്ലാഹുവേ ഇബാദത്തുകൾ ചെയ്യുന്ന സമയമുണ്ടല്ലോ, പച്ച മലയാളത്തിൽ പറഞ്ഞ നമസ്കരിക്കുന്ന സമയത്ത് നിന്റെ ഹൃദയത്തിനെ നീ സൂക്ഷിക്കണേ എന്ന് മഹാനായ ലുഖ്മാനുൽ ഹകീം
റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു തരുന്ന ഒന്നാമത്തെ ഉപദേശം എന്താ? നീ നിന്റെ ഹൃദയത്തിനെ സൂക്ഷിക്കണേ, നീ നിന്റെ ഹൃദയത്തിനെ സൂക്ഷിക്കണേ. എപ്പോഴാണ് നിന്റെ ഹൃദയത്തെ സൂക്ഷിക്കേണ്ടതെന്നറിയുമോ? അല്ലാഹുവിന്റെ പള്ളിയിൽ നിന്ന് ഹയ്യ അലസ് സ്വലാ, ഹയ്യ അലൽ ഫലാ, അല്ലാഹുവിന്റെ പള്ളിയുടെ മിനാരത്തിൽ നിന്ന് ബാങ്ക് വിളിച്ച് പള്ളിയിലേക്ക് കടന്നു വന്ന് വുളുവെടുത്തു. എന്നിട്ട് നിയ്യത്ത് ചെയ്തുകൊണ്ട് പള്ളിക്കകത്തേക്ക് കയറിയിട്ട് അവിടെ നിന്ന് 4 റക്അത്തോ 2 റക്അത്തോ സുന്നത്ത് നമസ്കരിച്ചു. ആ നമസ്കാരം കഴിഞ്ഞിട്ട് പള്ളിയിലെ മുഅദ്ദിൻ കയറി ഇഖാമത്ത് കൊടുക്കുമല്ലോ. ഇമാമ കയറി ഒന്നാമത്തെ സഫിലേക്ക് നീ നിരന്നു നിന്നു. ഇമാമ നിന്റെ മുന്നിൽ മിഹ്റാബിൽ കയറി നിന്നു. എന്നിട്ട് അവിടെ നിന്ന് നമസ്കരിക്കുന്നതിന് വേണ്ടി കൈകെട്ടുന്ന സമയത്ത് ചെറുപ്പക്കാരാ, നീ നിന്റെ ഹൃദയത്തിനെ സൂക്ഷിക്കടാ, നീ നിന്റെ ഹൃദയത്തിനെ സൂക്ഷിക്കടാ. 4000 പ്രവാചകന്മാരെ കണ്ടിരുന്ന മഹാനാ പറയുന്നത്. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മളിൽ പലർക്കും ഹൃദയത്തെ സൂക്ഷിക്കാൻ കഴിയുന്നുണ്ടോ? നമസ്കരിക്കുന്ന സമയത്ത് നമ്മുടെ ഹൃദയത്തിനെ പിടിച്ചു നിർത്താൻ നമുക്ക് കഴിയുന്നുണ്ടോ? നമ്മുടെ ഹൃദയം ഇങ്ങനെ അതാ അടിച്ചുവിട്ട പട്ടത്തെ പോലെ ഇങ്ങനെ പറന്നു നടക്കുകയാ. എവിടെയാണ് നിൽക്കുന്നത്? ഈ പ്രപഞ്ചം മുഴുവനും അടക്കി ഭരിക്കുന്ന രാജാതിരാജനായ മലിക്കുൽ ജബ്ബാറായ സർവാധിനാഥനായ സർവാധിപരനായ റബ്ബുൽ ഇസ്സത്തായ പടച്ച റബ്ബിന്റെ മുന്നിലാണ് ഞാനും നിങ്ങളും നിൽക്കുന്നതെന്നുള്ള ബോധം എനിക്കോ നിങ്ങൾക്കോ ഉണ്ടോ? 4000 പ്രവാചകന്മാർക്ക് ഖിദ്മത്ത് ചെയ്തിരുന്ന ഒരു മഹാൻ പറയുകയാ, ഒന്നാമതായിട്ട് നമുക്ക് നൽകുന്ന ഉപദേശം, മോനെ, ഇബാദത്ത് ചെയ്യുന്ന സമയം, നിസ്കരിക്കുന്ന സമയം നീ നിന്റെ ഹൃദയത്തിനെ നീ സൂക്ഷിക്കണേ. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ, അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. നമ്മളിൽ എത്ര പേർക്കാണ് നമ്മുടെ ഹൃദയത്തിനെ നമുക്ക് സൂക്ഷിക്കാൻ കഴിയുന്നത്? നമസ്കരിക്കുന്ന സമയത്ത് നമ്മുടെ ഹൃദയത്തിനെ സൂക്ഷിക്കാൻ നമ്മളിൽ എത്ര പേർക്കാ കഴിയുന്നത്? എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മളിൽ പലർക്കും നമ്മുടെ ഹൃദയത്തിനെ സൂക്ഷിക്കാൻ കഴിയുന്നില്ല. കാരണം അല്ലാഹുവിന്റെ മുന്നിൽ നിൽക്കുന്നു, എന്നിട്ട് നമ്മൾ ഇങ്ങനെ പറന്നു നടക്കുകയാ. മഹാനായ അതാണല്ലോ നമസ്കാരത്തിന്റെ കാര്യം. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ ഉസ്താദന്മാരും മഗ്രിബിന്റെ നമസ്കാരത്തിൽ ഓതും. മഗ്രിബിന്റെ നമസ്കാരത്തിൽ ഓതുന്ന ഒരു സൂറത്തുണ്ട്, ഫവൈലുൽ ലിൽ മുസല്ലീൻ അല്ലദീന ഹും അൻ സ്വലാത്തിഹിം സാഹൂൻ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ ഉസ്താദന്മാര് മഗ്രിബ് നമസ്കാരത്തിൽ ഓതുന്ന സൂറത്താണല്ലോ. അറഅയ്തല്ലദീ യുകദ്ദിബു ബിദ്ദീൻ ഫദാലികല്ലദീ യദ്ഉൽ യതീം വലാ യഹുദ്ദു അലാ തുആമിൽ മിസ്കീൻ ഫവൈലുൽ ലിൽ മുസല്ലീൻ. അല്ലാഹുവിന്റെ പ്രവാചകൻ തന്റെ സ്വഹാബത്തിനോട് ഈ ആയത്തോതിയിട്ട് അർത്ഥം പറഞ്ഞു കൊടുക്കുമ്പോ, വൈലെന്ന് പറയുന്ന നരകം ആർക്കുള്ളതാ? നമസ്കരിക്കുന്നവർക്കാണ് വൈലെന്ന് പറയുന്ന നരകമെന്ന പരിശുദ്ധമായ ഖുർആൻ അല്ലാഹുവിന്റെ പ്രവാചകൻ തന്റെ സ്വഹാബത്തിനോട് പറഞ്ഞു കൊടുക്കുമ്പോ, സ്വഹാബികൾ ചോദിക്കുന്നു, നബിയേ, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകരെ, വൈലെന്ന് പറയുന്ന നരകം നമസ്കരിക്കുന്നവർക്കാണോ? എങ്ങനെ നമസ്കരിക്കുന്നവർക്കാണ്? അല്ലദീന ഹും അൻ സ്വലാത്തിഹിം സാഹൂൻ. അല്ലാഹുവിന്റെ മുന്നിലാണ് നിൽക്കുന്നതെന്നുള്ള ബോധമില്ലല്ലോ. ഈ പ്രപഞ്ചം മുഴുവനും സൃഷ്ടിച്ചിരിക്കുന്ന രാജാതിരാജനായ അല്ലാഹുവിന്റെ മുന്നിലാണ് നിൽക്കുന്നത് എന്നുള്ള ഒരു ചിന്ത എനിക്കും നിങ്ങൾക്കും ഇല്ലാതെ പോവുകയാ. പടച്ചവനെ, മുതലാളികളുടെ മുന്നിൽ പോയി നിൽക്കുമ്പോ നമുക്ക് വല്ലാത്ത അദബാട്. പോലീസുകാരുടെ മുന്നിൽ പോയി നിൽക്കുമ്പോ, പഞ്ചായത്തിലും വില്ലേജിലും എംപിയും MLA-യുടെ മുന്നിൽ പോയി നിൽക്കുമ്പോ നമുക്കൊക്കെ വല്ലാത്ത അദബാട്. പക്ഷേ അല്ലാഹുവിന്റെ മുന്നിൽ നിൽക്കുന്ന സമയത്ത് നമുക്കത് തോന്നാറില്ലല്ലോ. അവിടെ നിന്ന് കളിയാണല്ലോ, അവിടെ നിന്ന് തമാശയാണല്ലോ. എന്റെ പ്രിയപ്പെട്ടവരെ, വൈലെന്ന് പറയുന്ന നരകം അല്ലാഹു നിനക്ക് ഒരുക്കി വെച്ചിട്ടുണ്ടെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അതുകൊണ്ട് എന്റെ
പ്രിയപ്പെട്ടവരോട് പറയുന്നു, കളിക്കല്ലേടാ മോനെ, നമസ്കാരം കളിക്കാനുള്ളതല്ല. നീ നമസ്കരിക്കുന്നത് കണ്ടിട്ട് ഇബ്ലീസ് പോലെ സന്തോഷിക്കുകയാടാ. നീ അല്ലാഹുവിനെ കളിയാക്കുന്നത് കണ്ടിട്ട്, നീ അല്ലാഹുവിനെ കളിയാക്കുന്നത് കണ്ടിട്ട് ആ ഇബ്ലീസ് നിന്ന് ചിരിക്കുകയാ, ആ ഇബ്ലീസ് നിന്ന് ചിരിക്കുകയാ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ, നമസ്കാരം എന്ന് പറയുന്നത് വല്ലാത്ത ഒരു ലഹരിയാണ് മോനെ. അതുകൊണ്ടാണല്ലോ മഹാനായ സയ്യിദുനാ ഖുബൈബ് ഇബ്നു അദി റളിയല്ലാഹു തആല അൻഹു ആ ചെറുപ്പക്കാര് മോനെ, നമസ്കാരം വല്ലാത്ത ഒരു ലഹരിയാടാ, അത് വല്ലാത്ത ഒരു അനുഭൂതിയാ ചെറുപ്പക്കാരാ. അല്ലാഹുവുമായിട്ടുള്ള മുനാജാതാ, അല്ലാഹുവിനോട് ഒരു മറയുമില്ലാതെ. അല്ലാഹുവിന്റെ പ്രവാചകൻ മിഅ്റാജിന്റെ രാത്രിയില് അല്ലാഹുവിനെ കാണാൻ പോയല്ലോ. മുത്തുനബി അവിടെ നിന്ന് പോയി പടച്ചവന്റെ മുന്നിൽ പോയി അല്ലാഹുവിനെ കണ്ടിട്ട് അവിടെ നിന്ന് സംസാരിച്ച് തിരിച്ചു വന്നല്ലോ. നമുക്കും അല്ലാഹു തന്നിരിക്കുന്ന അവസരമാ അല്ലാഹുവോട് സംസാരിക്കാൻ. ഒരു മറയുമില്ലാതെ പടച്ചറപ്പ് നമ്മുടെ കണ്ണിന്റെ മുന്നിൽ വന്ന് നിൽക്കുന്ന സമയം എപ്പോഴാ? അത് കൈകെട്ടിയിട്ട് നമസ്കരിക്കുന്ന സമയത്താ, അത് കൈകെട്ടിയിട്ട് നമസ്കരിക്കുന്ന സമയത്താ. പക്ഷേ നമ്മൾ നമസ്കരിക്കുന്ന സമയത്ത് മഹാന്മാരുടെ നമസ്കാരത്തെ കുറിച്ച് നിങ്ങൾക്കറിയുമോ? അതാ ഹദീസിന്റെ കിതാബുകൾ എടുത്ത് നോക്കൂ. ഒരു മഹാനിന്റെ ചരിത്രം പറയാ. ഇന്നത്തെ ചെറുപ്പക്കാർ, ഈ ഇരിക്കുന്ന സദസ്സിലിരിക്കുന്ന ഓരോരുത്തരും നമ്മളൊക്കെ സ്വർഗത്തിന്റെ അവകാശികളാണ്. നമുക്ക് ഈമാനുള്ള ഒരു മരണം കിട്ടുമെന്ന് കരുതിയിരിക്കുന്ന വാപ്പാ, ഞാൻ നിനക്കൊരു ചരിത്രം പറഞ്ഞു തരാ. നീ ആരാണെന്ന് നീ ഒന്ന് ചിന്തിച്ചു നോക്കൂ. കയ്യിലെ തസ്ബീഹും പിടിച്ചുകൊണ്ട് ഫർദയും ഹിജാബും ഇട്ടുകൊണ്ട് ഈ പാവപ്പെട്ടവന്റെ വഴുതുകൾക്കാർ കടന്നു വന്ന ഉമ്മ, ഇടയ്ക്കൊക്കെ നിനക്ക് തോന്നാറുണ്ട് നീ ഈമാനുള്ളവളാണെന്ന്, നീ എന്തൊക്കെയോ തികഞ്ഞവളാണെന്ന് നിനക്ക് തോന്നുമല്ലോ. എങ്കിലാ തോന്നല് മാറ്റാനുള്ള ഒരു ചരിത്രമാണ് പറയുന്നത്. ഉസ്താദേ, ഞാൻ 5 നേരം നിസ്കരിക്കുന്നവളാ, ഞാൻ തഹജ്ജുദ് നിസ്കരിക്കുന്നവളാ, ഞാൻ ദുആ നമസ്കരിക്കുന്നവളാ, എനിക്കൊരുപാട് സുന്നത്തുകൾ നമസ്കരിക്കുന്നവളാ, എനിക്കതുകൊണ്ട് സ്വർഗം കിട്ടുമെന്ന് കരുതുന്ന ഉമ്മ പള്ളിയിൽ വന്ന് പായിക്കകത്തിട്ട് ഒരച്ചുരച്ച് തന്റെ നെറ്റിയിലെ നിസ്കാര തടമ്പുമായി നടക്കുന്ന വാപ്പാ, ഇടയ്ക്കൊക്കെ കണ്ണാടിയുടെ മുന്നിൽ പോയി നീ നിന്റെ മുഖം നോക്കുമ്പോ ആ കണ്ണാടിയിൽ നെറ്റിത്തടത്തിൽ കറുത്തിരിക്കുന്ന ആ തടമ്പ് കാണുമ്പോ നീ വിചാരിക്കും നീ സ്വർഗത്തിന്റെ അവകാശിയാണെന്ന്. എങ്കിലും നിനക്ക് പഠിക്കാനൊരു ചരിത്രം പറയട്ടെ. അല്ലാഹുവേ, ഒരു മഹാനിന്റെ കാല് പഴുക്കുകയാ, കാലിന്റെ ഒരു വിരല് പഴുക്കുകയാണ്, കാലിന്റെ ഒരു വിരല് പഴുക്കുകയാണ്. കാലിന്റെ ഒരു വിരല് പഴുത്തപ്പോ വൈദ്യന്മാര് കടന്നു വന്നു. ആ മഹാനോട് പറയുകയാണ്, ആ മഹാനോട് പറയുകയാ, കാലിന്റെ വിരല് മുറിച്ചു മാറ്റണം, ഇല്ലെങ്കിൽ പഴുപ്പ് മുകളിലേക്ക് കയറാൻ സാധ്യതയുണ്ട്. മഹാനവറുകൾ അവിടെ നിന്ന് സമ്മതിച്ചില്ല. ദിവസങ്ങൾ കഴിഞ്ഞു, കാലിന്റെ പഴുപ്പ് മുകളിലേക്ക് കയറുകയാണ്. കാൽപ്പത്തി മുഴുവനും പഴുപ്പായി. തന്റെ അല്ലാഹുവേ, തന്റെ ഒരു കാലുണ്ടല്ലോ, ആ കാലിന്റെ കാൽപ്പത്തികൾ മുഴുവനും വിരലുകൾ മുഴുവനും പഴുപ്പ് പടരാൻ തുടങ്ങി. ആ സമയത്തും വൈദ്യന്മാര് പറഞ്ഞു, തങ്ങള് കാൽപ്പത്തി മുറിച്ചു മാറ്റ്, ഇല്ലെങ്കിൽ പഴുപ്പ് മുകളിലേക്ക് കയറണം. ആദ്യം മുറിച്ചിരുന്നെങ്കിൽ ഒരു വിരല് മുറിച്ചാ മതിയായിരുന്നു, ഇപ്പോൾ മുറിക്കുകയാണെങ്കിൽ കാൽപ്പത്തി വരെ മുറിക്കണം. പക്ഷേ മഹാനവറുകൾ സമ്മതിക്കുന്നില്ല, മഹാനവറുകൾ സമ്മതിക്കുന്നില്ല. പടച്ചവന് അവിടെ അങ്ങനെ യഥാ പഴുപ്പ് പിന്നെയും മുകളിലേക്ക് കയറുകയാണ്. തന്റെ കാലിന്റെ പഴുപ്പ് മുകളിലേക്ക് കയറി. അവസാനം മുട്ടിന്റെ ഭാഗം വരെ പഴുപ്പായപ്പോ വൈദ്യന്മാര് പറഞ്ഞു, തങ്ങള് മുട്ടിന്റെ ഭാഗം വെച്ചപ്പെടുന്ന കാല് മുറിച്ചു മാറ്റണം, ഇല്ലെങ്കിൽ പഴുപ്പ് മുകളിലേക്ക് കയറാൻ സാധ്യതയുണ്ട്. അങ്ങനെ അവസാനം മഹാനവറുകൾ അവിടെ നിന്ന് വൈദ്യന്മാര് പറയുമ്പോ അവിടെ നിന്ന് കാല് മുറിക്കാൻ സമ്മതിക്കുകയാ. അതാ മഹാനിന്റെ സ്വഹാബിയുടെ പേരെന്താണ്? മഹാനായ ഉർവത്ത് ഇബ്നു സുബൈർ റളിയല്ലാഹു തആല അൻഹു. അല്ലാഹുവിന്റെ പ്രവാചകന്റെ സ്വഹാബിയാണ് ഉർവതങ്ങള്. തന്റെ കാലിന്റെ മുട്ടിന്റെ ഭാഗം വരെ പഴുപ്പ് വന്നു. വൈദ്യന്മാര്
പറഞ്ഞു മുട്ടിന്റെ താഴെ വെച്ച് മുറിച്ചു മാറ്റണം, അല്ലെങ്കിൽ മുകളിലേക്ക് കയറിയാ പിന്നെ അരയുടെ ഭാഗത്ത് വെച്ച് കാല് മുറിക്കേണ്ടി വരും. അവിടെ നിന്ന് സമ്മതിച്ചു. സുബൈർ തങ്ങളെ സമ്മതിക്കുകയാണ്. അങ്ങനെ വൈദ്യന്മാര് മുഴുവനും കാല് മുറിക്കുന്നതിന് വേണ്ടി കിടന്നു വരികയാണ്. സുബൈർ എന്ന് പറയുന്ന മഹാനിന്റെ മുന്നിലേക്ക് കടന്നു വന്നു. എന്നിട്ട് കയ്യിലേക്ക് കള്ള് കൊണ്ടുവന്ന് കൊടുക്കുകയാ, കള്ള് കൊണ്ടുവന്ന് കൊടുക്കുകയാ. എന്നിട്ട് പറയുന്നു കുടിക്കാർ. സുബൈർ റളിയല്ലാഹു തആല ചോദിക്കുന്നു, എന്തിനാ കള്ള് കുടിക്കുന്നത്? തങ്ങള് കാല് മുറിക്കുന്നതിന് വല്ലാത്ത വേദനയാണല്ലോ, അതുകൊണ്ട് വേദന അറിയാതിരിക്കാനാ. കാല് മുറിക്കുന്ന സമയത്ത് അങ്ങക്ക് വേദനയ്ക്കൊരൽപ്പം കുറവ് കിട്ടുന്നതിന് വേണ്ടിയാ ഈ കള്ള് കുടിക്കാൻ തരുന്നത്. മഹാനായ ഉർവത്ത് ബിൻ സുബൈർ റളിയല്ലാഹു തആല ആർഗ്യുമെന്റ് കണ്ടതം നിറയുകയാണ്. അവിടെന്ന് പറയുന്നു, എനിക്ക് കള്ള് വേണ്ട, എനിക്ക് കള്ള് വേണ്ട. നിങ്ങൾക്ക് എന്റെ കാലല്ലേ മുറിക്കേണ്ടത്, നിങ്ങൾക്ക് എന്റെ കാലല്ലേ മുറിക്കേണ്ടത്. അതുകൊണ്ട് നിങ്ങൾക്ക് കാല് മുറിക്കണമെങ്കിൽ ഞാനൊരു വഴി പറഞ്ഞു തരാ. കേക്കടാ ചെറുപ്പക്കാരാ, പള്ളിക്കകത്ത് വന്ന് ഇമാമിന്റെ പുറകിൽ നിന്ന് കുത്തുവീണിയിട്ട് ഓടുന്ന ചെറുപ്പക്കാരാ, എന്റെ പ്രിയപ്പെട്ട പൊന്നുമോനെ, ഉർവത്ത് ബിൻ സുബൈർ എന്ന് പറയുന്ന സ്വഹാബിയുണ്ടല്ലോ, അവിടെ നിന്ന് പറഞ്ഞതെന്തെന്നറിയോ? എന്റെ കാല് മുറിച്ചു മാറ്റണോ? ഞാൻ ഉതുവെടുത്തിട്ട് നമസ്കരിക്കാൻ നിൽക്കാം, ഞാൻ ഉതുവെടുത്തിട്ട് നമസ്കരിക്കാൻ നിൽക്കാം. ഞാൻ നമസ്കാരത്തിലേക്ക് കടന്നു കഴിഞ്ഞാൽ അവിടെ നമസ്കരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് പറ്റുമെങ്കിൽ നിങ്ങൾ എന്റെ കാല് മുറിച്ചു മാറ്റിക്കോ. വൈദ്യന്മാര് അത്ഭുതത്തോടു കൂടി നിൽക്കുകയാണ്. ഉർവത്ത് ബിൻ സുബൈർ റളിയല്ലാഹു തആല അൻഹു അവിടെ അല്ലാഹുവേ ഉതുവെടുക്കുകയാ, ഉതുവെടുക്കുകയാ. എന്നിട്ട് പടച്ച റബ്ബിന്റെ മുന്നിലേക്ക് നിസ്കാര പായിലേക്ക് കടന്നു വന്ന് നിന്നിട്ട് അല്ലാഹുവോട് കൈകെട്ടുകയാണ്. അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞുകൊണ്ട് കൈകെട്ടിയിട്ട് അല്ലാഹുവോട് പറയുകയാ, ഇന്ന സ്വലാത്തി വനുസുകി വമഹ്യായ വമമാതി. അല്ലാഹുവിനോട് പറയുന്നു, പടച്ച റബ്ബേ, എന്റെ ജീവിതവും എന്റെ മരണവും എന്റെ ചലനവും എന്റെ സർവ്വതും നിനക്കാണല്ലാ എന്ന് പറഞ്ഞുകൊണ്ട് കൈകെട്ടിയിട്ട് നമസ്കാരം തുടങ്ങി. അവിടുന്ന് ഫാത്തിഹ ഓതി, അവിടുന്ന് ഫാത്തിഹ ഓതി സൂറത്ത് ഓതാ തുടങ്ങുമ്പോ ചരിത്രം പറയുകയാ, മഹാനവറുകൾ സൂറത്തിൽ മുസമ്മിലാണ് ഓതിയതെന്ന് പറയുന്നുണ്ട്. ഏത് സൂറത്തുമാകട്ടെ, മഹാനവറുകൾ അവിടെ നിന്ന് നമസ്കാരത്തിലേക്ക് പ്രവേശിച്ച് കിടന്നപ്പോ വൈദ്യന്മാര് വാളെടുത്ത് കൊണ്ടുവന്നു, വൈദ്യന്മാര് കത്തിയെടുത്ത് കൊണ്ടുവന്നു. എന്നിട്ട് ഉർവത്ത് ബിൻ സുബൈർ റളിയല്ലാഹു തആല അൻഹുവിന്റെ കാലുണ്ടല്ലോ അവിടെ നിന്ന് വെട്ടി മുറിക്കുകയാ. അവിടത്തെ കാലങ്ങ് വെട്ടി മുറിച്ചടാ. ഒരു മരുന്നും കൊടുത്തില്ല, ഒരു ഇഞ്ചക്ഷനും എടുത്തില്ല. നമസ്കരിച്ചു കൊണ്ടിരുന്ന മനുഷ്യന്റെ കാലതാ കൊല വെട്ടിയെടുക്കുന്നത് പോലെ അവിടെ നിന്ന് മഹാനവറുകളുടെ കാലപടന്ന് വെട്ടി മുറിക്കുകയോ. സുബ്ഹാനല്ലാഹ്, ഉർവത്ത് ബിൻ സുബൈർ തങ്ങൾ അറിഞ്ഞില്ല, അവിടെ അറിഞ്ഞില്ലടാ പൊന്നുമോനെ. പെങ്ങള്, ഒരു കൊതുവ് കടിച്ചാ നീ അറിയുമല്ലോ, ഒരു ഉറുമ്പ് കടിച്ചാ നീ അറിയുമല്ലോ. അപ്പൊ നിന്റെ നമസ്കാരം എത്രയാണെന്ന് നീ ചിന്തിച്ചു നോക്കൂ. ഉർവത്ത് ബിൻ സുബൈർ റളിയല്ലാഹു തആല അൻഹുവിന്റെ അവിടത്തെ കാല് വെട്ടി മുറിക്കുകയാണ്. മഹാനവറുകളെ നമസ്കാരത്തിലാണ്, ഒറ്റ കാലിൽ നിന്ന് നമസ്കരിക്കുകയാ. പൈപ്പ് പൊട്ടിക്കെട്ട് വെള്ളം പൊട്ടി ഒലിക്കുന്നത് പോലെ ഉർവതങ്ങളുടെ കാലിൽ നിന്ന് രക്തം ഇങ്ങനെ ഒഴുകുകയാണ്. പൈപ്പ് പൊട്ടിയിട്ട് വെള്ളം പോകുന്നത് പോലെ കാലിൽ നിന്ന് രക്തം ഇങ്ങനെ ഒഴുകുകയാണ്. മഹാനവറുകൾ അറിയുന്നില്ല, ഉർവതങ്ങൾ അറിയുന്നില്ല. നമസ്കാരത്തിൽ തന്നെയാണ്. അവസാനം ശരീരത്തിലെ രക്തം മുഴുവനും ഇങ്ങനെ പോകുമ്പോ നിൽക്കുന്നതിന് വേണ്ടി
എന്തേ ചെയ്തതെന്നറിയോ? നിൽക്കുന്നതിന് വേണ്ടി എന്തേ ചെയ്യുന്നത്? പഴയ കാലങ്ങളിൽ പെട്ടെന്ന് ബ്ലഡ് നിൽക്കുന്നതിന് വേണ്ടി ചെയ്യുന്ന കാര്യമെന്താ? സൈത്തെണ്ണ തിളപ്പിക്കുകയാ, സൈത്തെണ്ണ തിളപ്പിക്കുകയാ. സൈത്തെണ്ണ തിളപ്പിച്ചിട്ട് ഉർവ റളിയല്ലാഹു തആല അൻഹുവിന്റെ മുറിച്ച കാലിന്റെ പാക്കിയിലേക്ക്, ആ മുറിച്ചു മാറ്റിയ സ്ഥലത്തേക്ക് ആ തിളച്ച എണ്ണയങ്ങ് പിടിച്ചു കൊടുക്കുകയാ. അറിഞ്ഞില്ല ചെറുപ്പക്കാരാ, കാല് മുറിച്ചു മാറ്റിയപ്പോഴും അറിഞ്ഞില്ല. സൈത്തെണ്ണ തിളപ്പിച്ചിട്ട് തന്റെ കാലിലേക്ക് രക്തമൊന്ന് നിൽക്കുന്നതിന് വേണ്ടി മുക്കുമ്പോഴും മഹാനവറുകൾ അറിഞ്ഞില്ല. അവസാനം തന്റെ ശരീരത്തിലെ രക്തം മുഴുവനും ഇങ്ങനെ ഒഴുകിയിട്ട് മഹാനവറുകൾ അവിടെ നിന്ന് ബോധം കെട്ട് താഴെ വീഴുകയാ. അല്ലാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരു കാല്